ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ പിന്നെ ഇന്നും പതിവ് പോലെ സാന്ദ്ര വിപിയെ സ്കൂളാക്കാൻ പോവുകയാണ്. സാന്ദ്ര വിപി 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ബട്ട് വെറുതെ അവിടെ കളിച്ച് സമയം പോയി. ഇപ്പോൾ 6:35 5 മിനിറ്റ് സാന്ദ്ര വിപി ലേറ്റാണ്. എന്താണ് സാന്ദ്ര വിപി പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല വിപിയെ. ഇത് നമ്മുടെ വിനി മിസ്സാണ് ഗൈസ്. ബോട്ടിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. വാ, അതാ പോകുന്ന ബോട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. അവിടെ കണ്ടോ, അതൊരു ഐലൻഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, അതൊരു ഐലൻഡ് ആണ്. 2 അതേപോലെ തന്നെ അവിടെ ഉണ്ടൊന്ന്, അതും ഒരു ഐലൻഡ് ആണ്. ഇതാണ് നമ്മുടെ ബീച്ച് വ്യൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പവിഴപ്പുറ്റുകളുണ്ട് ഇവിടെയൊക്കെ, പല ടൈപ്പായിട്ടുള്ളത്. ഇന്നലെ ഞാൻ കുറച്ചോണം പെറുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഉപകാരപ്പെടും. നൈസാണ്. ഇതേ മോഡല് നല്ല കിടിലൻ പവിഴപ്പുറ്റുകളുണ്ട്. നമ്മൾ പറയില്ലേ കല്ലും മുള്ളും ഉള്ള വഴിയാണെന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഫുൾ പവിഴപ്പുറ്റുകളുള്ള സ്ഥലത്തു കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഷൂ ഇല്ലെങ്കിൽ നടക്കുമ്പോൾ റിസ്ക് ആണ്. ഒരു ശംഖ് കിട്ടിയിട്ടുണ്ട്, കിട്ടില്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ വേറൊരു പവിഴപ്പുറ്റാണ്, രസമുണ്ട്. നടന്നത് നമ്മൾ ക്ഷീണിച്ചു ഗൈസ്. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ കൂടി പോകാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്, സ്ലിപ്പായി പോകും. നമ്മൾ എത്തി ഗൈസ്. നമുക്ക് ഈ വൈകുന്നേരങ്ങളും രാവിലെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം ഗൈസ്. തൊട്ടടുത്ത് ഇതാ നമ്മുടെ ടെർഫ് ഉണ്ട്, ഇവിടെയും ഫുൾ ഫ്രീ ആണ്. ഭംഗിയുണ്ട്, നല്ല നീറ്റാണ്. ഇത് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. ഇപ്പോൾ ഉള്ളത് കടൽക്കാറ്റാണ് ഗൈസ്. വാവ്, നല്ല ഫോഴ്സിലാണ് വരുന്നത്. രാവിലെയൊക്കെ വർക്കൗട്ടിന് പറ്റിയ സ്ഥലമാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് കുറച്ച് പോകാനുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഐലൻഡിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇങ്ങനെ നോക്കുന്നത്. വെയിറ്റ് കുറയ്ക്കണം ഇനി. നമ്മൾ വരുന്ന ബോട്ട് കാണിച്ചില്ല ഗൈസ്. മാലേ ടു ഫറാക്ക് 10 ഇതിലാണ് നമ്മൾ വരിക. ഇതിവിടെ ദിവസം രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പോവും. ഒരു 12:30 ആകുമ്പോൾ നമ്മളവിടെ എത്തും, മാലയിൽ എത്തും. ഒരു 5 മണിക്കൂർ ജേർണിയാണ്. ഇവിടെയാണ് ബോട്ടൊക്കെ ഉള്ളത്, ജെട്ടി സൈഡാണിത്.
ഇവിടെ നമ്മൾ ഫിഷിങ്ങിന് വരാറുണ്ട്, ചെറിയ ചെറിയ മീനൊക്കെ കിട്ടും. ഇവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ATM ഉണ്ടെന്ന് പറഞ്ഞത്. BML, ബാങ്ക് ഓഫ് മാൽദീവ്സിൻ്റെ ATM ഇവിടെ ഉണ്ട്. ഇതാണ് ATM. ഇവിടെ ദ്വീപിൽ ATM ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ അടുത്താണ് ഈ സാധനം വന്നത്, കണ്ടോ, ബാങ്ക് ഓഫ് മാൽദീവ്സ് ഈ സാധനം. നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കിയാലും കണ്ടോ, ഓപ്പൺ ആണോ എന്നറിയില്ല. യെസ്, ഓപ്പൺ ആണ്. നമുക്ക് സ്കാൻ ചെയ്തൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ പോലെ നമുക്കിവിടെ, ഗൂഗിൾ പേ അല്ല അതേപോലെ വേറെ സർവീസ് നമുക്കിവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഹോസ്പിറ്റൽ. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ ടീച്ചേഴ്സിനൊക്കെ ഫ്രീ ആണ് കേട്ടോ. 5 പൈസ നമുക്ക് കൊടുക്കണ്ടാവും, ഫ്രീ. ഇവിടെ എല്ലാം ഫ്രീ ആണ്. ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചോദിച്ച് ബാക്കിയൊക്കെ ഒരു ഇതെല്ലാം ഫ്രീ തന്നെയാണ്. നാട്ടിലുള്ളത് വെച്ച് കമ്പയർ ചെയ്യാം കേട്ടോ. നല്ല നല്ല പൂക്കൾ സാധനങ്ങളൊക്കെ നാട്ടിലുള്ള സാധനം തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് ഒരു വെച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങളിന്ന് അവസ്ഥ നോക്കി നോക്കുമോ. നമ്മളൊക്കെ ആണെങ്കിൽ ബീച്ചിൽ പോവും, നമുക്ക് വീട്ടിൽ നമ്മൾ എന്താക്കും പൂന്തോട്ടമൊക്കെ സെറ്റാക്കുന്നവരായിരിക്കും, അടിച്ച് മാറ്റാനുള്ള ചാൻസ്. ഇവിടെ ഒരു സാധനം ഒരാൾ പോലും തൊടില്ല, എടുക്കില്ല. അപ്പോൾ ഫോണായാലും എന്തായാലും എടുക്കില്ല ഗ്യാസ്. ഇതൊക്കെ ഇന്ത്യയും മാൽദീവ്സും നമ്മൾ പാർട്ണർഷിപ്പ് വഴി ഉണ്ടാക്കിയാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ജിം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതാണ്. ഇടുക്ക് തന്നെ ഒരു നല്ലൊരു മരമൊക്കെ വെച്ചിട്ട് ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി സെൻറ്റർ. ഇതിൻ്റെ ഉള്ളിൽ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, പിന്നെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലോറിയൊക്കെ ഉണ്ടോ. ഇതിലാണ് നമ്മൾ വരുമ്പോൾ നമ്മുടെ ലഗേജൊക്കെ വെച്ച് പോകുന്നത്. നാട്ടിലെ പനകളൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ നടന്നിട്ടുണ്ട്. കാണിച്ചു തരാം ഗൈസ്. ഇവിടെയുള്ള ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട്, ഒരുപാട് മീനുണ്ട്. ഇതിനെ ഇവർ പിടിക്കില്ല, ഫീഡ് ചെയ്യും. കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പിലോപ്പിയൊക്കെ അല്ലേ, അതേ മോഡൽ ടൈപ്പ് ഒരു മീനാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ ഒരുപാടുണ്ട്. ഇവരാരും ഇതിനെ പിടിക്കില്ല, ഭക്ഷിക്കില്ല എന്നല്ല, ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള KT കഫേ ഉണ്ട്. ഇവിടെ എപ്പോഴാണ് ഓപ്പണിംഗ് ആണെന്നുള്ളത് അവർക്ക് തോന്നുന്ന ടൈമൊക്കെ ഓപ്പൺ ആക്കും. 2-3 വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ ഊഞ്ഞാലാടാൻ പോവുകയാണ് ഗ്യാസ്. ഇവിടെ വന്നാൽ എടുക്കാത്തൊരു സാധനമാണ് ഇത്, ഈ ഊഞ്ഞാലാട്ടം. നമുക്ക് കുറച്ചു നേരം ഊഞ്ഞാലാടി കളിക്കാം.
ഇഷ്ടായി ഇഷ്ടായി. ഇതിവിടെ വൈകുന്നേരം എല്ലാവരും വരും, രാവിലെയും വരും കേട്ടോ. രാവിലെ പിന്നെ സ്കൂളൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാവുക. വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ ഇവിടെ ഫുള്ളായിരിക്കും ഗൈസ്. നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ഇരുന്ന് ഉലാത്താം. നല്ല വ്യൂ ആണുള്ളത്. ഒരാളെ മീൻ പിടിക്കേണ്ടത്, നമുക്ക് പോയി നോക്കാം ഏത് മീനാണത്. ലൈവായിട്ടുള്ള മീൻ പിടുത്തമാണ് ഗൈസ്. യെസ്, എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇന്ന് നടത്തം കുറച്ച് കൂടിയിട്ടുണ്ട്, വേർത്ത് കുളിച്ച് പോയിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് കിട്ടിയ ഫിഷ്. അടുത്ത മീനുണ്ട്, ഇതാണ്. ചെറിയ ചെറിയ മീനൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മളെ കൊരക്കൊല്ലി എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ കുഞ്ഞു മീൻ. യെസ്, കിട്ടി കിടക്കുന്ന അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രയാണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാലത്തിന് വേദനയാണുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഓണറെ വീട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഓണറെ വീട്. ഇതാണ് വീട്.